السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن تعدوا نعمة الله لا تحصوها. صدق الله العلي العظيم. تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. അങ്ങ് തങ്ങളെ ഞങ്ങളിൽ തുണ തിങ്കളെ കൈപിടിക്കൂ സയ്യിദി കാത്തിരിക്കാം സന്നിധി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, തുടക്കത്തിൽ ബൈത്ത് ഓതിയത് റബീഉൽ അവ്വൽ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. വിദ്യാർത്ഥികൾക്ക് റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രകാരം ജീവിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണോ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ കൗതുകവും, ഞാൻ തുടക്കത്തിൽ ഓതിയത് ഒരു ആയത്തുണ്ട്, ഈ ആയത്തുമായിട്ട് ലിങ്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഹദീസ് ഓർമ്മ വരികയാണ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഅമത്തുകളെ പറ്റി പറയുന്ന ഒരു ആയത്ത്, ഒരു ഹദീസ്. ഈ ആയത്തിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഈ ഹദീസിനെ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിച്ചതുപോലെയാണ് ഈ ഹദീസ് വായിച്ചപ്പോൾ കിട്ടിയത്. من أصبح منكم آمنا في سربه معافا في جسده عنده قوت يومه فكأنما حيزت له الدنيا بحذافيرها. صدق رسولنا الكريم صلى الله عليه وسلم. അതിൻ്റെ പച്ച മലയാളത്തിൽ ആശയം എന്ന് വെച്ചാൽ, നമ്മൾ മുഅ്മിനായ ഒരു മനുഷ്യൻ സമൂഹ ജീവിതം, സമുദായ ജീവിതം, സാമൂഹ്യ ജീവിതത്തിനിടയിൽ സന്തോഷത്തോടുകൂടി സുഖത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. നമ്മൾ കേരളക്കാർ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന നമ്മൾ മലയാളികളായി അറിയപ്പെടുന്ന മനുഷ്യർ, ഇവിടെ ആമിനാണോ, നമുക്ക് അമാൻ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ആലോചിക്കണം. ഇന്ന് ഫലസ്തീനിലെ മക്കൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനടുത്ത ദിവസങ്ങളിലായിട്ട്, വർഷങ്ങളിലായിട്ട് പ്രയാസത്തിലാണ്. അവർക്ക് അമാൻ എവിടെയെന്ന് പോലും അറിയില്ല. ഐനൽ അമാൻ എന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ഒരു ലോകത്തിന്, ഒരു രാജ്യത്തിന് ഏറ്റവും കൂടുതൽ അഭികാമ്യമായിട്ട് അവർ ആവശ്യപ്പെടുന്നത് അമാനാണ്. കഴിഞ്ഞ ദിവസം പത്രം വായിച്ചവർക്കറിയാം, ഇസ്രായേൽ ഒരു രാജ്യത്തിലേക്ക്, ഒരു അറേബ്യൻ രാജ്യത്തിലേക്ക് ബോംബെറിഞ്ഞപ്പോൾ, മിസൈൽ ഇട്ടപ്പോൾ ആ രാജ്യം വിലപിച്ചതും ആ രാജ്യം ഭയപ്പെട്ടതുമായ സാഹചര്യം തനിക്ക് അമാൻ നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു അമാൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഫ് മറ. അത്രത്തോളം വേറെ ഒന്നുമില്ല. നമ്മളിങ്ങനെ കാണുന്ന നമ്മുടെ സഹോദരന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ഫലസ്തീനിലെ മക്കൾ, അവർ മരണം ഇങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്. അവർക്ക് അമാൻ അള്ളാഹുവിൻ്റെ കൈവശമാണ്. അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അമാനായ
അമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് തന്നെയാണ്. മക്കയിലുള്ള ജീവിതവും മദീനയിലേക്ക് നബി തങ്ങൾ പോയതും മദീനയിൽ നിന്നിട്ട് പോലും റസൂലിന് ഒരു സമാധാനം കൊടുക്കാത്ത രൂപത്തിൽ മുശ്രിക്കുകളുടെ പീഡനമൊക്കെ നമുക്കറിയാലോ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകർക്ക് അമാനം. എന്തുകൊണ്ടാണ്? ഇരു ലോകത്തും അമാനാണ്. ഇവിടുന്ന് ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ ആ റസൂലിന്റെ ശരീഅത്ത് വേണം. ആഖിറത്തിൽ അമാനത്ത് കിട്ടണമെങ്കിൽ അമീനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരോധിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമാൻ നൽകണമെങ്കിൽ ആ റസൂലിന്റെ ശഫാഅത്ത് വേണം. എന്ന് വെച്ചാൽ റസൂലുള്ള അമാനാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് അമാൻ കിട്ടിയതിൽ അൽഹംദുലില്ലാഹ് അൽഫ് മർറ. രണ്ടാമത്തെ ഹദീസിന്റെ രണ്ടാമത്തെ ഖണ്ഡത്തിൽ പറയുന്നുണ്ട്, ശരീരത്തിൽ ആഫിയത്ത് ലഭിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, ശരീരത്തിൽ അനാരോഗ്യപരമായിട്ടുള്ള ഒന്നുമില്ല, പനി ഒരു രോഗമായിട്ട് കണക്ക് കൂട്ടുന്ന പോലുമില്ല ആരോഗ്യ നിരീക്ഷകർ, നമുക്ക് ഒരു പ്രശ്നമില്ല, അൽഹംദുലില്ലാഹ് അൽഫ് മർറ. രോഗമുള്ളവരോട് ആലിമീങ്ങളായ സൂഫി വര്യന്മാർ പറയാറുള്ളത് മേലോട്ട് നോക്കിയാൽ മതിയെന്ന്. പനിയുള്ളവരോട് കുറച്ചുകൂടി വലിയ രോഗമുള്ള ആളിലേക്ക് നോക്കിയിട്ട് തനിക്ക് ആ രോഗമില്ലല്ലോ, അൽഹംദുലില്ലാഹ്. കയ്യില്ലാത്ത ആളുകളോട് പറയല്ലേ എനിക്ക് കാലില്ലേ, അൽഹംദുലില്ലാഹ്. എല്ലാത്തിനും അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്. നമുക്ക് അള്ളാഹു ആഫിയത്ത് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ നിഅമത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് അൽഫ് മർറ. ഹദീസിന്റെ മൂന്നാം ഭാഗത്തിൽ പറയുന്നുണ്ട്, വഇൻദഹു ഖൂതു യൗമിഹി, അന്നന്ന് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നന്ന് ഭക്ഷണം കിട്ടുന്നുണ്ടോ? ഇന്നിപ്പോ പുലർച്ചെ വ്യാഴാഴ്ച നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ പുലർച്ചെ നിങ്ങൾക്ക് ചായ കിട്ടിയിട്ടുണ്ടാവണം, നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ചായ കുടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തന്നിട്ടുണ്ട്. തൗഫീഖ് ഉണ്ടെങ്കിൽ നാസ്ത കഴിക്കും, തൗഫീഖ് ഉണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കും. ഇതൊക്കെ അന്നത്തെ ദിവസത്തിന് അള്ളാഹു കണക്കാക്കിയിട്ടുള്ള റിസ്ക്കാണ്. ഈ റിസ്ക് നിങ്ങൾക്ക് അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ആലോചിക്കണം, അൽഹംദുലില്ലാഹ്, അള്ളാഹു ലോകർക്ക് നിശ്ചയിച്ചിട്ടുള്ള റിസ്കിൽ നിന്നൊരു വിഹിതം തനിക്ക് അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് അൽഫ് മർറ. ഇപ്പോൾ പുറത്തു പോവുകയാണ് ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാർ. ഈ അടുത്ത് ഒരു നോവലിസ്റ്റായിട്ടുള്ള ഒരു പ്രമുഖ എഴുത്തുകാരൻ മരണപ്പെട്ടു. ഫലസ്തീനിയനായ എഴുത്തുകാരൻ മരണപ്പെടാനുള്ള കാരണം പട്ടിണി കിടന്നുകൊണ്ട് എന്നാണ്. ഒന്ന് ആലോചിച്ചു. സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കുന്ന, അത്യാവശ്യം പ്രൗഢിയോടുകൂടി ജീവിക്കുന്ന നോവലിസ്റ്റായ എഴുത്തുകാരനായ ഒരാളുടെ മരണം പട്ടിണി കിടന്നുകൊണ്ടാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിഅമത്തിനെ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചതല്ലേ. നമുക്ക് അല്ലാഹു ദുനിയാവിൽ വെച്ചിട്ട് തന്നെ ആ നിഅമത്തിനെ തരുമ്പോൾ നമുക്ക് അല്ലാഹു തന്ന നിഅമത്തിനെ കണക്കാക്കാൻ പറ്റൂല മൂല്യന്മാരെ. അത് കണക്കാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല. അതുകൊണ്ട് ദുനിയാവിൽ മരണം വരെയുള്ള ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതിൻ്റെ സാരാംശം 3 കാര്യങ്ങളിൽ നമ്മൾ അനുഗ്രഹീതരാണ്. ഒന്നാമത്തത് സുരക്ഷിതത്വത്തിൻ്റെ വിഷയത്തിൽ. അത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വമാണെങ്കിലും നിലവിൽ ഇതുവരെ നമ്മെ ആരും ആക്രമിച്ചിട്ടില്ല, അൽഹംദുലില്ലാഹ്. ഇതുവരെ നമ്മൾക്ക് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ആക്സിഡന്റ് ഇപ്പം നിലവിലിപ്പോൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യമുള്ളത് കൊണ്ടാണ്, നമുക്ക് എല്ലാവർക്കും ആരോഗ്യം ഒന്ന് തന്നത് കൊണ്ട് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അമാനിലാണ് നിൽക്കുന്നത്, അൽഹംദുലില്ലാഹ് അൽഫ് മർറ. രണ്ടാമത്തേതായിട്ട് അള്ളാഹു നമുക്ക് ആഫിയത്ത് തന്നു. ഇതുവരെ നമുക്ക് ഒരു കുഴപ്പമില്ല. അള്ളാഹു മരണം വരെ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. മൂന്നാമത്തത് റിസ്കിനെ അള്ളാഹു മുട്ടിച്ചിട്ടില്ല. എൻ്റെ ഒരു സഹോദരൻ, ആള് കുറച്ചു മുമ്പ് മരണപ്പെട്ടു. ആളിങ്ങനെ ഗ്രൂപ്പിൽ പങ്കുവെച്ചൊരു വിവരമുണ്ട്. തൻ്റെ രോഗം കാരണത്താൽ തനിക്ക് മൂത്രിക്കാൻ പോലും കഴിയുന്നില്ല. മൂത്രിക്കാൻ കഴിയാത്ത രോഗം. നമ്മളത്തേക്ക് മൂത്രപ്പന്ത, പക്ഷേ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആരോഗ്യം കൂടുന്ന, ശരീരത്തിൽ നിന്നും അഴുക്കുള്ള ജലങ്ങൾ, കണികകളെല്ലാം മൂത്രത്തിലൂടെ പുറത്തു പോകുമ്പോൾ അത് വലിയ നിഅമത്താണെന്നുള്ള ബോധ്യം മൂത്രമൊഴിക്കാൻ പറ്റാത്ത രോഗിയോട് ഡോക്ടർ പറയുമ്പോഴാണ് അതിൻ്റെ നിഅമത്ത് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ, ഒക്കെ അറിയില്ലേ? അതൊക്കെ ചെല്ലാൻ പറയുന്നത് എന്തിനാ? ഈ മൂത്രം പോവുക എന്നുള്ളത് തന്നെ ആഫിയത്തിൻ്റെ അടയാളമാണ്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടയാളമാണ്.
അതിന് നമ്മൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ, ശ്രദ്ധിക്കണേ, നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നം വരാനുണ്ട്. അത് ബനു ഇസ്രായേലുകാരുടെ സംഭവമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ബനു ഇസ്രായേലുകാർക്ക് ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ബനു ഇസ്രായേലുകാരുടെ അനുഗ്രഹത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ബനു ഇസ്രായേലുകാർക്ക് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെന്ന് അള്ളാഹ് അവരോട് വളരെ വ്യക്തമായിട്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. എടോ ബനു ഇസ്രായേലുകാരെ, നിങ്ങൾക്ക് ഞാൻ ഒരുക്കി തന്ന അനുഗ്രഹത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കടോ എന്ന് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. എന്താണ് പറയിപ്പിച്ചതല്ലേ? അള്ളാഹ് ബനു ഇസ്രായേലുകാർക്ക് 10 കൂടുതൽ അനുഗ്രഹം, അത് മറ്റുള്ള സമുദായത്തിന് നൽകാത്ത അനുഗ്രഹം കൊടുത്തിരുന്നു എന്നാണ്. ബാക്കിയുള്ള സമുദായത്തിന് നൽകാത്ത വിശിഷ്യമായ 10 കൂടുതൽ അനുഗ്രഹം ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ സമുദായം, നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഒരു സമുദായത്തിന് അള്ളാഹ് കൊടുത്തിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ആകാശത്ത് നിന്ന് അവർക്കുള്ള റിസ്കിനെ അന്ന് നേരെ ഇറക്കി കൊടുക്കുക എന്നുള്ളത്. ആകാശത്ത് നിന്ന് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണം, പൈസ ഉണ്ടാക്കണം. ഈ പൈസ ഉണ്ടാക്കാതെ, കൈ നനക്കാതെ അന്ന് അവരെ തീറ്റിപ്പിച്ചിരുന്നു. പക്ഷേ അവർ നന്ദി കാണിച്ചില്ല. രണ്ടാമത് പറയുന്നത്, അവർക്ക് ഭക്ഷണത്തിന് ഒരു മുടക്കമുണ്ടായിട്ടില്ല. തൗഫീറുൽ അർസാഖ് എന്നാണ്. റിസ്കുകൾ വളരെ സമൃദ്ധമായിട്ട് അന്ന് കൊടുത്തു. പക്ഷെ അവർ നന്ദി കാണിച്ചില്ല. മാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ, അമ്പിയാക്കളെ അന്ന് നിയോഗിച്ചത് ബനു ഇസ്രായേലുകാർക്കാണ്. ഒന്ന് ആലോചിക്കുക, അതിൻ്റെ 2 ഗുണങ്ങളുണ്ട്. ഒന്നാമത് ഹിദായത്തിൻ്റെ വഴികൾ എളുപ്പമാണ്, കാരണം കുറേ അമ്പിയാക്കളുണ്ടല്ലോ. രണ്ടാമത്തത്, ഈ അമ്പിയാക്കൾ മുഴുവനും ആഖിറത്തിൽ ഇവർക്ക് തുണയായി ലഭിക്കും. ഒന്ന് ആലോചിക്കുക, കുറേ നമുക്ക് വേണ്ടിയിട്ട് കുറേ ആളുകൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുണ്ടാവുക. ഇത് എത്ര വലിയ അനുഗ്രഹം! ഈ അനുഗ്രഹത്തെ വിസമ്മതിച്ചുകൊണ്ട് മറന്നുപോയവരായിരുന്നു ബനു ഇസ്രായേലുകാർ. മറ്റൊന്നുണ്ട്, ബനു ഇസ്രായേലുകാരാണ് ചരിത്രം കണ്ട ഏറ്റവും വലിയ ശത്രു സൈന്യത്തെ മുമ്പിൽ കണ്ടവർ. ഫിർഔനെ കേട്ടില്ലേ? ഫിർഔനോളം വരുന്ന ഒരു ക്രൂരനായ ഒരു രാജാവ്, ധാർഷ്ട്യനായ ഒരു രാജാവ് ഇസ്ലാം നേരിടേണ്ടി വന്നിട്ടില്ല. നമ്രൂദൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ്. ഫിർഔനിന്റെ ധാർഷ്ട്യത്തിന്റെ മുമ്പിൽ അല്ലാഹു ബനു ഇസ്രായേലുകാരെ രക്ഷപ്പെടുത്തി. അത്രക്കും വലിയ നിഅമത്ത്. പിന്നേതാ? ആ നിഅമത്തിനെ അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും നേതൃത്വത്തിൽ ബനു ഇസ്രായേലുകാരെ പച്ചക്ക് രക്ഷിച്ചിട്ട് പോലും ബനു ഇസ്രായേലുകാർക്ക് ഒരു കൂസലുമില്ല. അത് അള്ളാഹുവിൻ്റെ ദൗത്യമല്ലേ എന്ന് കരുതിയിട്ട് അനുഗ്രഹത്തിന് നന്ദി കാണിച്ചില്ലത്രേ. മറ്റൊന്നാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ ഒരു വിഷയം തന്നെയാണ്, അമ്പിയാക്കൾ കൂടുതലായിരുന്നു എന്നുള്ളത്. ഈ അമ്പിയാക്കളിൽ തന്നെ ആദ്യമായിട്ട് ഗ്രന്ഥം നൽകപ്പെട്ട പ്രവാചകനാരാണ്? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. തൗറാത്ത് നമ്മളിങ്ങനെ എണ്ണുമ്പോൾ തൗറാത്ത്, ഈ തൗറാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ അടിസ്ഥാനപരമായ നിയമങ്ങൾ അടങ്ങിയ നിയമപുസ്തകം ആദ്യമായിട്ട് ഇറക്കിക്കൊണ്ട് അന്ന് ആദരിച്ച സമുദായമാണ് ബനു ഇസ്രായേൽ. ബനു ഇസ്രായേലുകാർക്ക് ശേഷമാണ് സബൂറും ഇഞ്ചീലും ഖുർആൻ അടക്കം വന്നിട്ടുള്ളത്. ആദ്യമായിട്ടൊരു സമുദായത്തിന് ഗ്രന്ഥം നൽകപ്പെട്ടുകൊണ്ട് ആ ഗ്രന്ഥമനുസരിച്ച് കൊണ്ട് ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തീർച്ചപ്പെടുത്തി പറഞ്ഞത് ബനു ഇസ്രായേലുകാരോടായിരുന്നു. പക്ഷെ നിയമങ്ങൾ തെറ്റിച്ചതും ഈ ബനു ഇസ്രായേലുകാരാണ്. ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ബനു ഇസ്രായേലുകാരെ ഈ പ്രവാചകന്മാരെ കൊല്ലാനാണ് നോക്കിയത്. ഈ അനുഗ്രഹങ്ങൾക്ക് മുമ്പിൽ കാർക്കിച്ച് തുപ്പാനാണ് ബനു ഇസ്രായേലുകാർ ശ്രമിച്ചത്. അതുകൊണ്ടാണ് യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു നൽകിയ നിഅമത്തുകളെ നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് അല്ലാഹു അവിടുത്തെ പ്രവാചകന്മാർ മുഖേന അല്ലാഹു ബനു ഇസ്രായേലുകാരോട് നിരന്തരം ചോദിച്ചിരുന്നു. ഞാൻ പറയുന്നത്, ബനു ഇസ്രായേലുകാർക്ക് ഈ നിയമത്ത് മുഴുവനും പോയി. തൗറാത്ത് അപ്രത്യക്ഷമായി പോയി. തൗറാത്തിൻ്റെ കാലഹരണത്തോടു കൂടിയിട്ട് തൗറാത്ത് എന്ന് പറയുന്ന നിയമപുസ്തകം അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റി. മാത്രമല്ല, പ്രവാചകന്മാർ മുഴുവനും ആ സമുദായത്തെ പടിചാർത്തി എന്നല്ലാതെ, ചീത്ത പറഞ്ഞു എന്നല്ലാതെ ഒരു പ്രവാചകനും പുകഴ്ത്തി പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണുന്നില്ല. കാരണം നന്ദി കെട്ടവരായിട്ട് അവർ ജീവിക്കാനാണ് ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, നന്ദി കെട്ടവരായിട്ട് ജീവിച്ചുകൊണ്ട് നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ നാം ചീത്ത പറയരുത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാചകനായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സങ്കടപ്പെടുത്താൻ പാടില്ല, നിരാശപ്പെടുത്താൻ പാടില്ല. ഈ കൂട്ടത്തിൽ പറയുമ്പോൾ കുറേ നിഅമത്ത് ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞു. 3 പ്രധാനപ്പെട്ട നിഅമത്ത് ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു. ആ നിഅമത്തിന്റെ കൂടെ ചേർത്ത് പറയേണ്ട ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലടക്കം പറഞ്ഞ ഏറ്റവും വലിയ നിഅമത്ത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹിദായത്താണെന്നാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്.
ആ ഹിദായത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിഉതിമ്മ നിഅമതി അലൈക്കും വലഅല്ലകും തഹ്തദൂൻ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. വലിഉതിമ്മ നിഅമതി അലൈക്കും, എൻ്റെ നിഅമത്തിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമ സംഹിതയെ ഞാൻ നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ വലിയ നിഅമത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരോക്ഷമായിട്ട് പറയാണ് വലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾക്ക് ഹിദായത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഹിദായത്താണ്. ആ ഹിദായത്തെ രണ്ടർത്ഥത്തിൽ വായിക്കാം. ഒന്നാമത്തത് ഇസ്ലാം എന്നുള്ള ഹിദായത്താണ്. ഇസ്ലാം എന്നുള്ള ഹിദായത്ത് നമുക്ക് വെറുതെ കിട്ടിയതാന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ജനിച്ചപ്പോൾ ബാപ്പൊരു പേരുണ്ടു, ആ പേരുണ്ടപ്പോൾ നിങ്ങൾ ആരാ? മുസ്ലിം. അതെങ്ങനെ മനസ്സിലായി? ആ ജനന സർട്ടിഫിക്കറ്റിൽ മുസ്ലിം എന്നുണ്ട്. അത് മാത്രമല്ല, ശരീഅത്തിൽ മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ച മക്കൾക്കൊക്കെ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? ഹിദായത്ത് കിട്ടും. അൽഹംദുലില്ലാ അൽഫമറ. അതുകൊണ്ട് നമുക്ക് ദീനിൽ നിന്നും വ്യതിചലിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല. നമ്മൾ കഴിച്ചിലായി. അമുസ്ലിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അമുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ള ഉണ്ട് എന്നുള്ള ആ ബോധ്യം അള്ള കൊടുത്താലല്ലേ ഹിദായത്ത് കിട്ടുക എന്നാലോചിച്ച് നോക്കി. അള്ള കൊടുത്തിട്ടും ചിന്തിക്കാതെ നരകത്തിൽ പോകുന്നവരാണ് അധികവും. നമുക്ക് അള്ളാഹു ജന്മം കൊണ്ട് തന്നെ ഹിദായത്ത് തന്നു, അതിന് നന്ദി കാണിക്കുന്നുണ്ടോ എന്നൊന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. രണ്ടാമത്തെ ഹിദായത്ത് ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള വലിയ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഇൽമെന്ന് പറയുന്ന ഹിദായത്താണ്. ഒന്ന് എണ്ണി നോക്കൂ, നിങ്ങളുടെ കൂടെ പഠിച്ച എത്ര ആളുകൾക്ക് ഈ ഹിദായത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. തുഹ്ഫയുടെ തുടക്കത്തിൽ വരെ പറയുന്നുണ്ട്, അഫ്ളലു ത്വാഅത്തായിട്ട് പറയുന്നത് ഇസ്തിആലും ബിൽ ഇൽമാണ്, അറിവുമായിട്ട് ഷുറാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അള്ളാഹ്ക്ക് കാണിക്കുന്ന ഏറ്റവും വലിയ അനുസരണ എന്ന് പറയുന്നത്. ആ അനുസരണ എന്ന് പറയുന്ന മഹാസൗഭാഗ്യം കിട്ടിയ കടഞ്ഞെടുക്കപ്പെട്ട വലിയ ഒരു സമുദായത്തിലെ കണ്ണികളായിട്ട് അള്ളാഹ് നമുക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇടയ്ക്കിടയ്ക്കൊന്ന് ആലോചിക്കണം, നല്ലതാണ്. അപ്പോൾ ആ നിഅമത്തുകൾക്ക് നന്ദി കാണിച്ചില്ലെങ്കിലോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതും അറിഞ്ഞതുമായ ഒരു ആയത്തുണ്ട്. ഈ ദിവസം ഇങ്ങനെ പോയപ്പോൾ ഒരു കാറിൻ്റെ ബാക്കിൽ വരെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ട്രെൻഡ്, റീൽസ് മുഖേന ട്രെൻഡായി വരുന്നതാണ്. അത് ബാസിത്ത് ഇങ്ങനെ പറയുന്നുമുണ്ട്, ലഇൻ ശകർതും ലഅസീദന്നകും, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ വാരിക്കോരി തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നന്ദി കാണിച്ചാൽ ആ നന്ദി കാണിച്ചത് ഏത് വിഷയത്തിലാണോ അത് വാരിക്കോരി കൊടുക്കുമത്രേ. ഒന്ന് ആലോചിച്ചു, വാരിക്കോരി കൊടുക്കും. നമ്മളൊരാളടുത്ത് പോയിട്ട് 100 റുപ്യ തരുമെന്ന് ചോദിച്ചു. ആ 100 റുപ്യൻ്റെ മുതലിന് 200 റുപ്യൻ്റെ ആദരവ് കൊടുത്തത്തേക്കും ആൾ കീശി കയറ്റിക്കാണ്ട് കുറച്ചുകൂടി പൈസ തരും. അത് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു തരം സ്നേഹമാണ്. അള്ളാഹ്ക്ക് വേണ്ടത് നന്ദിയാണ്. അള്ളാഹ്ക്ക് വേണ്ടത് നന്ദിയാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹ് പറയാൻ ഞാൻ ഏറ്റിത്തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ തന്നു, നിങ്ങളെ മുതഅല്ലിമീങ്ങളിൽ പെടുത്തി എന്നതിന് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ആ നന്ദി കാണിക്കുന്നത് അമൽ കൊണ്ടായിരിക്കണം. അമൽ കൊണ്ട് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, നിങ്ങളെ തലയെടുപ്പുള്ള പ്രഗത്ഭരായ ആലിമീങ്ങളാക്കിയിട്ട് അല്ലാഹ് മാറ്റും. നിങ്ങളുടെ ഇൽമ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അധികരിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ എത്ര പഠിച്ചിട്ടും ഉസ്താദെ എനിക്കണ്ട് മതിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ലഇൻ ശകർതും ലഅസീദന്നകും, പടച്ചോനോട് നന്ദി പറഞ്ഞു നോക്കൂ. നമുക്ക് തോന്നും. നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നിപ്പോകും. എന്ത്? ഇയാൾക്ക് ഇൽമുണ്ടെന്ന് തോന്നിപ്പോകും. അതിനനുസരിച്ച് സമീപനങ്ങളെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ, നമ്മളോട് കാണിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ ആയത്തിൻ്റെ ബാക്കി ഓതാറില്ല കേട്ടോ. ആ ആയത്തിൻ്റെ ബാക്കി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയുന്നത് എന്താണ്? വലഇൻ കഫർതും, നന്ദി കാണിക്കാതെ നന്ദി കേട് കാണിച്ചാൽ. പിന്നെ അള്ളാഹ് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാം. അതിൻ്റെ ഖബർ പറഞ്ഞില്ല, മറിച്ച് അള്ളാഹ് പറയാണ് ഇന്ന അദാബി ലശദീദ്. ഒരു കാര്യം ഓർത്താൽ മതി, എൻ്റെ ശിക്ഷ വളരെ കഠോരമാണെന്ന് ഓർത്താൽ മതി എന്ന്. നന്ദി കേട് കാണിച്ചാൽ അതിന് ഒരു വകുപ്പുമില്ല രക്ഷപ്പെടാനെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നന്ദി കേട് ഒരിക്കലും കാണിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായൊരു ഹിദായത്ത് നൽകൂ.
ആ നൽകിയ ഹിദായത്തിന് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം വലിയ ഒരു പരാജയം വേറെ ഉണ്ടാകില്ല എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയാൻ നിർദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അഫല അകൂനു അബ്ദൻ ഷക്കൂറ സദഖ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബി വര്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നതും സ്വർഗത്തിൻ്റെ ഉദ്ഘാടനം കഴിക്കുന്നതും സ്വർഗത്തിലേക്ക് ആളെ കൂട്ടുന്നതുമായ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹ്, ആ റസൂലുള്ള രാത്രി ഇങ്ങനെ നമസ്കരിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചിട്ട് റസൂലിൻ്റെ കാല് അനക്കാതെ ഇങ്ങനെ കുറേ നേരം കാലിനൊരു വൈബ്രേറ്റ് വരും. അങ്ങനെ കാല് നിന്ന് കാലിൽ നീര് വന്നിട്ട് റസൂലിനെ റൂമിലേക്ക് എത്തിക്കാൻ ഇരുഭാഗത്തുനിന്നും സ്വഹാബാക്കൾ വരെ പിടിച്ചു കൊണ്ടുപോവേണ്ട അവസ്ഥയിലേക്ക് റസൂൽ ക്ഷീണിതനായ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഒരു സ്വഹാബി വര്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, റസൂലെ, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന നിങ്ങൾ സ്വർഗത്തേക്ക് പോകാൻ ഇത്രക്കും ഇടങ്ങേറാകണോ റസൂലെ എന്ന് ചോദിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂൽ. മറ്റൊരു ഹദീസിൽ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, ആയിഷ ബീവി ഇതേ സംഭവം തന്നെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമയത്ത് റസൂലുള്ള കൊടുത്ത ഒരു മറുപടി ഉണ്ട്, അത് നെഞ്ചത്ത് തറക്കണം. പ്രിയപ്പെട്ട വിശ്വാസികളെ, നെഞ്ചത്ത് തറക്കണം. എന്താണ്? അഫല അകൂനു അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറേണ്ടയോ എന്ന് ചോദിക്കുന്നുണ്ട്. നന്ദിയുള്ള ഒരു അടിമയായി മാറണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വലിയൊരു ചോദ്യമാണ്. നിങ്ങളൊരു പെറ്റിനെ വളർത്തുക എന്ന് വിചാരിക്കും. അത് മത്സ്യമാവട്ടെ, ഡോഗാവട്ടെ, 4-5 നേരം നിങ്ങൾ ഫീഡ് ചെയ്യും, ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ആ ഡോഗ് ഓടി വരികയാണ്. നമ്മളിങ്ങനെ തലോടിന ഇടയിൽ അതിനൊരു മൂഡ് സ്വിങ്സ് വന്നിട്ട് അത് നമ്മളെ കടിച്ചു സങ്കല്പിക്കും. ആ പട്ടി നമ്മളെ കടിച്ചു. നമ്മൾ ആദ്യത്തെ ഇളവ് പ്രകാരം കുഴപ്പമില്ല, 2 ടീറ്റിയൊക്കെ എടുക്കും. ദിനം പ്രതി കടിക്കുകയാണെങ്കിലും നമ്മൾ ഇത്രക്കും തിന്നാൻ കൊടുത്തിട്ട് സംരക്ഷണം കൊടുത്തിട്ട് ആ കൊടുത്ത കൈക്ക് തന്നെ കടിക്കുകയാണോ എന്നോർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യബുദ്ധിയുള്ള ആളുകൾ ഒന്നെങ്കിൽ അതിനെ ഒഴിവാക്കും അല്ലെങ്കിൽ കൊല്ലും. അത് സ്വാഭാവികമാണ്. കാരണം തിന്നാൻ കൊടുത്ത കൈയിന് കടിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോൻ എത്ര തിന്നാൻ തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട വിശ്വാസികൾ, എത്ര ആഫിയത്ത് തന്നു, നമുക്ക് ഇത്ര കാലം ജീവിക്കാനുള്ള ആയുസ് അല്ല തന്നു. എന്നിട്ട് നമ്മൾ അള്ളാഹ്ക്ക് എവിടെയാണ് നന്ദി കാണിക്കുന്നത് എന്നൊന്ന് ഓർത്തു നോക്കണം. അതാണ് റസൂലുള്ളാഹി അഫല അകൂനു അബ്ദൻ ഷക്കൂറ, എത്രയായാലും അള്ളാഹ് എനിക്ക് തന്ന നിഅമത്തുകൾക്ക് ഞാൻ നന്ദി കാണിക്കണ്ടയോ സ്വഹാബ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഈ നസീഹത്തായിട്ട് നിങ്ങൾക്ക് തരാനുള്ളത്, നിങ്ങൾക്ക് അള്ളാഹ് തന്ന ഏറ്റവും വലിയ നിഅമത്താണ് ഹിദായത്ത്. അത് അറിവിൻ്റെ വിഷയത്തിലാകട്ടെ, അതിന് നന്ദി കാണിക്കണം. അത് നിങ്ങളുടെ അമൽ കൊണ്ടായിരിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. എങ്ങനെയാണ് അമൽ കൊണ്ട് നമുക്ക് സ്തുതികൾ അർപ്പിക്കാൻ കഴിയുക? നമ്മുടെ അമൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഖൽബ് കൊണ്ട് ഒരു മനുഷ്യന് അവൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ സ്തുതിക്കാൻ കഴിയും. അവൻ്റെ നാവ് കൊണ്ട് സൃഷ്ടാവായ അള്ളാഹുവിനെ സ്തുതിക്കാൻ കഴിയും. അവൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കൊണ്ടും അവനക്ക് സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കാൻ കഴിയും. അത് എങ്ങനെയൊക്കെയാണ് സ്തുതിക്കാൻ കഴിയുക? ആ അള്ളാഹുവിൻ്റെ ഫضലുകളെ അംഗീകരിക്കുക. അള്ളാഹ് ചെയ്തു തന്ന അംഗീകാരങ്ങളെയും ഔദാര്യങ്ങളെയും തിരിച്ചറിയുക, അംഗീകരിക്കുക. അവനെ സ്തുതിക്കുക, തസ്ബീഹ് ചൊല്ലുക, തക്ബീർ ചൊല്ലുക, നല്ല നല്ല നിഅമത്തുകൾക്ക് ഉതകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുക, കൽപ്പനകളെ അംഗീകരിക്കുക. സർവ്വ നിമിഷങ്ങളിലും അവൻക്ക് കീഴ്പ്പെട്ട രൂപത്തിൽ പ്രാർത്ഥന കൊണ്ടാവട്ടെ, സുജൂദ് കൊണ്ടാകട്ടെ, ആ രൂപത്തിലൊക്കെ ഹൃദയം കൊണ്ട് അവൻ്റെ നിഅമത്തുകളെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ശുക്ർ എന്ന് പറയുന്നത്. ഹൃദയം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴും അള്ളാഹുവിനെ പറ്റി നല്ലത് ചിന്തിക്കുക എന്നുള്ളതാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്തു തരുന്നവനാണ്. അവൻ നിഅമത്തുകളെ നിരന്തരം തരുന്നവനാണ്. അവൻ ഹിദായത്തിനെ തരുന്നവനാണ്. തുടങ്ങിയിട്ടുള്ള നല്ല ചിന്തയാണ് ഖൽബ് കൊണ്ട് അള്ളാഹുവിനോട് നാം കാണിക്കേണ്ട നന്ദി. നാവ് കൊണ്ട്
അൽഹംദുലില്ലാ എന്ന കലിമത്തിനെ അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹ് എന്നുള്ള തസ്ബീഹിനെ അധികരിപ്പിക്കുക. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തഹ്ലീലിനെ അധികരിപ്പിക്കുക. ഏത് സമയത്തും അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ സ്മരിക്കുക, എന്നാൽ സ്മരിക്കുന്ന നിമിഷങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെയും സ്മരിക്കും, നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ കേൾക്കും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണേ, വലാ തക്ഫുറൂൻ എന്നുള്ള വിശുദ്ധ ഖുർആനിൽ പറയും, നന്ദി കേട് കാണിക്കല്ലേ, എന്നെ നിഷേധിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നാവ് കൊണ്ട് ദിക്റുകൾ കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ കഴിയും. ശരീരത്തിൻ്റെ അവയവങ്ങളെ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നിയമത്തുകൾക്ക് നന്ദി കാണിക്കാൻ കഴിയുക? അള്ളാഹ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തെ തന്നിട്ടുണ്ട്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ആരോഗ്യം വെച്ചിട്ട് അവന് വഴിപ്പെടാനുള്ള എല്ലാവിധ വഴികളും ഒരു അടിമ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അവൻ്റെ ശരീരത്തെ തരപ്പെടുത്തേണ്ടതുണ്ട്. ആ നിഅമത്തുകൾക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവിനെ വഴിപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും ചെലവഴിക്കുക. അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിട്ട് ശരീരത്തെ പ്രയോഗിക്കുക, തെറ്റിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ശരീരം കൊണ്ട് സർവശക്തനായ അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് ഗുണം ചെയ്തു തന്ന മനുഷ്യരെ നാം നിരന്തരം ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്കും നന്ദി കാണിക്കണമെന്ന് പറയുന്നത്. കാരണം സാമൂഹിക ജീവിയായ മനുഷ്യന് ഒത്തിരി പേർ ഗുണം ചെയ്യും, ഒത്തിരി പേർ അവനക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും, സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ആ സഹായങ്ങൾക്ക് ആ മനുഷ്യരോട് കടപ്പെടുക, കടപ്പാടറിയിക്കുക, നന്ദി കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് സമാനമാണ്. കാരണം അള്ളാഹു നമ്മെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന താമസിക്കുന്ന ആളുകളെയായിരിക്കും തരപ്പെടുത്തിയിട്ടുണ്ടാകുക. അതുകൊണ്ട് അള്ളാഹുവിനോട് കാണിക്കുന്ന കടപ്പാടിൻ്റെ കൂട്ടത്തിൽ ജനങ്ങളോടും കൂടി നമ്മുടെ നന്ദി അറിയിക്കണം. ചെയ്തു തന്ന ഗുണത്തിന് വേണ്ടിയിട്ട് അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇത് അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയാണ്. മറ്റൊന്നാണ് അവന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുക എന്ന്, ശുക്രിൻ്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത്. വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് ശുക്രിൻ്റെ സുജൂദ് ചെയ്യണം. നമുക്കുള്ള ഒരു മുസീബത്ത് നീങ്ങിപ്പോയി, നമ്മളൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, നമുക്ക് ഒരു അപകടം പറ്റിയില്ല, നമുക്ക് ഗുണങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആ അള്ളാഹുവിനെ ശുക്ർ കാണിക്കുന്ന രൂപത്തിൽ അവൻ്റെ ഔദാര്യത്തിന് നന്ദി കാണിക്കണം. ഒരിക്കലും ഒരു മനുഷ്യൻ നന്ദി കെട്ട സമുദായമായി പോകാൻ പാടില്ല. ആ നന്ദി അള്ളാഹുവിനോട് കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് മഹബത്തുണ്ടാകുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അതിനെ നിലനിർത്താൻ കഴിയൂ. അള്ളാഹുവിനോട് ഹുബ്ബുണ്ടാവുക, അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതാണ്. അള്ളാഹിനെ പ്രണയിക്കുക, അള്ളാഹിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അള്ള മതി, അള്ള തന്നെ എനിക്ക് മതി, അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും അധികാരി. അള്ളാഹുവാണ് ഭരമേൽപ്പിക്കുന്നവരിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള സ്നേഹത്തിൻ്റെ ചിന്തകൾ മുഅ്മിനായ മനുഷ്യരുടെ ഹൃദയത്തിൽ ഓടിക്കളിക്കണം. ആ ഓട്ടത്തിലൂടെയാണ് അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളത്. അല്ലാഹ് മതി എന്നുള്ള ചിന്തയാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലുള്ള പീഡനത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. അത് സഹിച്ച് രഹസ്യ പ്രബോധനത്തിൻ്റെ സമയത്ത് നബി സഹിച്ച ക്രൂരതകൾ ഓർക്കുമ്പോൾ തന്നെ ആശിക്കിങ്ങളുടെ ഹൃദയം ഇങ്ങനെ പൊട്ടിപ്പോകും. അത്തരത്തിലുള്ള ധാരാളം പ്രയാസങ്ങൾ ശുഅബ് അബീ ത്വാലിബിലടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പട്ടിണിക്കിട്ടുകൊണ്ട് ലോകരാജാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പട്ടിണിക്കിട്ടുകൊണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രക്ഷയായത് ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയുന്ന ആ ഒരു മന്ത്രസ്വരമായിരുന്നു. പിന്നീട് റസൂലിൻ്റെ പ്രയാസം ഇങ്ങനെ കണ്ടപ്പോൾ റസൂലിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, അലം നശ്റഹ് ലക സദ്റക്, റസൂലേ ഇങ്ങക്ക് ഞാൻ സമാധാനത്തെ തന്നിട്ടില്ലേ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രവാചകന്മാരും അവരുടെ പ്രതിസന്ധി സമയങ്ങളിൽ അള്ളാഹുവിൽ വിശ്വാസത്തോടുകൂടി ഭരമേൽപ്പിച്ചതുകൊണ്ട് അള്ളാഹു അവർക്ക് അള്ളാഹിൻ്റെ നിഅമത്തും അള്ളാഹുവിൻ്റെ സഹായവും തിരുനോട്ടവും എല്ലാം കൊടുത്തു. അമ്പിയാക്കളുടെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സ്മരിക്കണം, നന്ദി കാണിക്കണം. ആ നന്ദി കാണിക്കേണ്ടത് ഹുബ്ബിലൂടെ ആയിരിക്കണം. അള്ളാഹ് പറയുന്നത് കേട്ടുകൊണ്ട്, അള്ളാഹു ചെയ്യരുത് എന്ന് പറയുന്നതിനെ ഒഴിവാക്കിക്കൊണ്ട്, അതിനോട് മാനസിക ശാരീരിക വിരക്തി കാണിച്ചുകൊണ്ട്
അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ ലക്ഷീകരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെയും നാവിനെയും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും നാം ചലിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രധാനമായിട്ട് നമ്മളിങ്ങനെ ദ്വാരക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രധാനമായിട്ടും പ്രിയപ്പെട്ട സ്ത്രീകളടങ്ങുന്ന സമുദായം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ മുടി കാണിച്ചു കൊണ്ട് നടക്കുന്നത് ഭൗതികമായിട്ട് അതൊക്കെ ഒരു ഫ്രീഡം എന്ന രൂപത്തിൽ ചിന്തിക്കുമ്പോൾ അള്ളാഹിൻ്റെ കൽപ്പന മുടി മറക്കണം, മുടി ഔറത്ത് എന്നുള്ളതാണ് അള്ളാഹിൻ്റെ കൽപ്പന. അതാണെങ്കിൽ അത് നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. ആണുങ്ങളെ സംബന്ധിച്ച് അതിലേക്ക് നോക്കാതിരിക്കുക, കണ്ണിനെ താത്തി വെക്കുക എന്നാണ് ആണുങ്ങളുടെ ഔറത്തെന്ന് പറയുന്നത്. ആ കണ്ണിനെ ഹറാമിലേക്ക് നോക്കാതെ താഴ്ത്തി വെക്കുക എന്ന് പറയുന്ന ദൗത്യവും ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ആണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. പെണ്ണിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള മറക്കപ്പെടേണ്ടതൊക്കെ മറച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. ഒരിക്കലും നന്ദി കെട്ട സമുദായമായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ആ സമുദായത്തിൻ്റെ ഭാഗമായി മാറാനും പാടില്ല. അള്ളാഹിൻ്റെ നിഅമത്തുകൾക്ക് നമ്മൾ കൃത്യമായ മറുപടികൾ ആഖിറത്തിൽ വെച്ച് കൊടുക്കേണ്ടി വരും. ആഖിറത്ത് വെച്ചിട്ട് നിഅമത്തുകൾക്ക് മറുപടി പറയാതെ എടുത്ത കാല് നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നല്ല ഹദീസിൽ പറയുന്നത്. വിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാം, യഅ്തനിൻ ഖംസൻ ഖബ്ല ഖംസിൻ, 5 സാധ്യത വഴികൾ വരുന്നതിന് മുമ്പ്, 5 അവസ്ഥകൾ വരുന്നതിന് മുമ്പ് 5 അവസ്ഥകളെ നിങ്ങൾ കാര്യമായിട്ട് മുതലെടുത്തുകൊള്ളൂ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷബാബക ഖബ്ല ഹറമിക്ക്, വാർദ്ധക്യമെന്ന് പറയുന്ന ഒരവസ്ഥ വരാനുണ്ട്. ആ വാർദ്ധക്യ സമയത്ത് ഒരു പ്രവർത്തനം, ഒരു അമലും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് മുമ്പ് നിനക്ക് ലഭിക്കുന്ന യൗവനമെന്ന് പറയുന്ന ആരോഗ്യ സമയത്തെ നീ നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചോ. അവസാന സമയത്ത് നന്മ ചെയ്യാത്തതിൻ്റെ ഖേദവും ദുഃഖവുമെല്ലാം അലട്ടുന്നതിന് മുമ്പ് യൗവനമെന്ന് പറയുന്ന ആരോഗ്യത്തിൻ്റെ രക്തത്തിളപ്പിൻ്റെ സമയത്തെ നീ മുതലെടുത്തോ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസിഹത്തക ഖബ്ല സഖമിക, രോഗം എത്തിയാൽ ശരീരം ക്ഷീണിച്ചു പോകും. ആ ഒരു അവസ്ഥയ്ക്ക് മുമ്പ് നിനക്ക് ആരോഗ്യമുള്ള സമയത്തെ നീ മുതലെടുത്തോ, നന്മ ചെയ്തുകൊണ്ട് മുതലെടുത്തോ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൈനാക ഖബ്ല ഫഖരിക, ദാരിദ്ര്യമെന്ന് പറയുന്ന ഒന്നും ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവർക്ക് മുമ്പ് കൈ കൂപ്പി നിൽക്കുന്ന ഒരവസ്ഥ, കൈ ഇങ്ങനെ നീട്ടിക്കൊണ്ട് യാചിക്കുന്ന അവസ്ഥ ഉണ്ട്. ആ അവസ്ഥയ്ക്ക് മുമ്പ് നിനക്ക് നല്ല ഒരു സുഖകരമായ അവസ്ഥയുണ്ടല്ലോ, മറ്റുള്ളവർക്ക് മുമ്പിൽ കൈ നീട്ടേണ്ടി വരാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ നീ ധർമ്മം ചെയ്തുകൊണ്ട് നിൻ്റെ അവസ്ഥ നീ മുതലെടുത്തോ. സല്ലല്ലാഹു തങ്ങൾ പറയുന്നത്, കബല ഷുഅലിക്ക്, നിനക്ക് ഭാരമേറിയ ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ലഭിക്കുന്നതിന് മുമ്പ് ലഭിക്കുന്ന ഫ്രീയായ സമയമുണ്ട്, ഒഴിവ് സമയമുണ്ട്. ആ ഒഴിവ് സമയങ്ങളിൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കാനും വലിയ വലിയ അമലുകൾ ചെയ്യാനൊക്കെ നീ ശ്രമിച്ചോ, അത് നീ മുതലെടുത്തോ. പിന്നീട് ഭയങ്കര തിരക്കൊക്കെ വരും. വഹയാത്തക ഖബല മൗതിക, വഹയാത്തക ഖബല മൗതിക, നിൻ്റെ മരണത്തിന് മുമ്പുള്ളൊരു ജീവിതമുണ്ട്. മരണമെന്ന് പറയോട് കൂടിയിട്ട് മനുഷ്യൻ്റെ അമൽ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു എന്നർത്ഥം. എന്നാൽ അതിന് മുമ്പ് നിനക്കെത്ര വർഷം കിട്ടിയാലും എത്ര നിമിഷം കിട്ടിയാലും അത് നിനക്ക് അമൽ ചെയ്യാനുള്ള സുവർണാവസരമായിരുന്നു. അത് നീ മുതലെടുത്തോ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ദുന്യവിയായ ജീവിതമെന്ന് പറയുന്നത് തന്നെ നമുക്ക് പരീക്ഷണങ്ങളുണ്ടെങ്കിൽ പോലും അത് അള്ളാഹുവിനെ ശുക്ർ ചെയ്യാനും അമൽ ചെയ്യാനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞൊരു ആയത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് തന്നെ മരിക്കണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട വിധത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. എന്നാലേ നമുക്ക് അതുകൊണ്ട് ഇരുലോകത്തും പ്രയോജനപ്പെടുകയുള്ളൂ. നമ്മുടെ ജീവിതം നന്മകൾ ചെയ്യാനുള്ളതായിരിക്കട്ടെ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ, ഈമാനുള്ള ജീവിതത്തെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ യൗവനപ്രായം അവൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ച് അവൻ്റെ ഇഷ്ടത്തിനൊത്തുള്ള മരണം അള്ളാഹു സാധ്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആരോഗ്യം നിലനിർത്തി തരട്ടെ. നമ്മുടെ ഐശ്വര്യത്തെ അള്ളാഹു നിലനിർത്തി തരട്ടെ. അവന് വേണ്ടി ശുക്ർ ചെയ്യുന്ന ശാക്കിരീങ്ങളായിട്ടുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഷാഅക്കുമുല്ലാഹു ബിസ്സലാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.